ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. RCB ടീമിന് ഇതുവരെ ഒരു കപ്പ് നേടാൻ സാധിച്ചിട്ടില്ല. കോഹ്ലി ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചപ്പോൾ ഡുപ്ലസി ക്യാപ്റ്റനായി. എന്നിട്ടും RCBക്ക് മാറ്റമില്ല. ഡുപ്ലസി അടുത്ത വർഷം കളിക്കില്ല. അതുകൊണ്ട് പുതിയൊരു ക്യാപ്റ്റനെ RCBക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇതാ കോഹ്ലി വീണ്ടും RCBയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മാനേജ്മെന്റ് കോഹ്ലിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കോഹ്ലിയെ നിർബന്ധിച്ച് ക്യാപ്റ്റനാക്കാനാണ് അവരുടെ പദ്ധതി. കോഹ്ലി വീണ്ടും RCB ക്യാപ്റ്റൻ ആവുന്നത് കാണാൻ ആരാധകരും കാത്തിരിക്കുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് CSK ടീമിനെ സംബന്ധിക്കുന്നതാണ്. CSK ആരാധകർക്ക് ദുഃഖവാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം CSK ടീമിൽ MS ധോണി ഉണ്ടായിരിക്കില്ല. ധോണി കളിക്കില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ധോണിക്ക് പരിക്കുണ്ടായിരുന്നു. ആ പരിക്ക് ഭേദമാകുന്നില്ല. ധോണി ആ പഴയ ഫിറ്റ്നസിലേക്ക് തിരിച്ചെത്തുന്നില്ല. അതുകൊണ്ട് ധോണി IPL മതിയാക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. ഈ വർഷമാണ് മെഗാലേലം. അതുകൊണ്ട് ധോണി ലേലത്തിന് മുന്നേ വിരമിക്കൽ പ്രഖ്യാപിച്ചേക്കും. ധോണി CSK റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ധോണി ഇല്ലാത്ത CSK ടീമിനെ ആരാധകർക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. പക്ഷേ ധോണി കളിക്കാരനായിട്ട് ഉണ്ടായിരിക്കില്ല. എങ്കിലും ധോണി CSK ടീമിന്റെ കോച്ചായിട്ട് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ധോണിയും IPL നിന്ന് പടിയിറങ്ങുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജു ഒരുപാട് വർഷമായിട്ട് രാജസ്ഥാനിലാണ്. എന്നാൽ ഇപ്പോൾ രാജസ്ഥാന്റെ മാനേജ്മെന്റ് മാറിയിരിക്കുകയാണ്. സഞ്ജുവിനെ അവർക്ക് വലിയ താല്പര്യമില്ല. സഞ്ജുവിന് മറ്റു ടീമുകളിൽ നിന്ന് ഓഫർ വരുന്നുണ്ട്. IPL മെഗാലേലമായതുകൊണ്ട് സഞ്ജു ലേലത്തിലേക്ക് പോകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. സഞ്ജു പുതിയ ടീമിലേക്ക് ചേക്കേറാനാണ് ഒരുങ്ങുന്നത്. ഒരുപാട് മുൻനിര ടീമുകൾ സഞ്ജുവിന് വേണ്ടി രംഗത്തുണ്ട്. രാജസ്ഥാൻ സഞ്ജുവിനെ റിലീസ് ചെയ്താൽ സഞ്ജു റെക്കോർഡ് തുകയ്ക്ക് ലേലത്തിൽ വിറ്റുപോകുമെന്നത് ഉറപ്പാണ്. IPLൽ സഞ്ജുവിനെ അത്രയ്ക്കും ഡിമാൻഡാണ്. സഞ്ജു ലേലത്തിലേക്ക് വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും.